സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഉപഹർജി പരിഗണിച്ച കോടതി എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. വിവരങ്ങൾ നൽകുന്നത് നിതിൻ പ്രഭാകരനാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, വിശദാംശങ്ങൾ? വീണ്ടും ഒരു ദിവസം വൃന്ദയ്ക്ക് ശുഭദിനം ആശംസിക്കുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചെകുത്താനും കടലിനും നടുക്കാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസമെല്ലാം ഹൈക്കോടതി അടക്കം ആനയുടെ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആനകൾ തമ്മിലുള്ള ദൂരം 3 മീറ്റർ ആയിരിക്കണം. അതോടൊപ്പം ആനകളും കാണികളും തമ്മിലുള്ള ദൂരം 8 മീറ്റർ ആയിരിക്കണം തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു. കൂടാതെ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ആനകളുടെ സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്. ആനകളുടെയും ജനങ്ങളുടെയും സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇക്കാര്യം സംസ്ഥാന സർക്കാരും കോടതിയും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. ഇത്തരത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഉത്സവം നടത്താൻ തന്നെയാണ് കോടതി പറയുന്നതെങ്കിൽ അത് സംസ്ഥാനത്തെ പല വലിയ ഉത്സവങ്ങളുടെയും നടത്തിപ്പിനെ ദോഷകരമായി ബാധിക്കും. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ ക്ഷേത്രത്തിലെ ഉപഹർജിയായിരുന്നു പരിഗണിച്ചത്. അവിടെ 15 ആനകളാണ് എഴുന്നള്ളത്തിനുണ്ടാവുക. പക്ഷേ സംസ്ഥാന സർക്കാരും കോടതി പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവിടെ 9 ആനകൾക്ക് മാത്രമേ എഴുന്നള്ളത്തിന് പങ്കെടുക്കാൻ കഴിയൂ. പക്ഷേ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. 9 ആനകളെ വെച്ച് എഴുന്നള്ളത്ത് നടത്തിയാൽ മതി എന്നാണ് കോടതി നിലപാട്. സമാനമായ സ്ഥിതിയായിരിക്കും മറ്റ് ക്ഷേത്രങ്ങളിലും പള്ളികളിലും അടക്കം ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം അടക്കം നമുക്കറിയാം ഏറെ ആനകൾ പങ്കെടുക്കുന്ന ഉത്സവമാണ്. അവിടെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏറെ കർശനമാക്കുകയാണെങ്കിൽ ആനകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് പൂരങ്ങളുടെയും മറ്റു ഉത്സവങ്ങളുടെയും നടത്തിപ്പ് പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അടക്കം ഈ വിധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇതിനെ മറികടക്കാൻ സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം നടത്തുകയോ മാത്രമേ പോവഴിയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നും ഇത്തരത്തിൽ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കിരുമ്പോൾ കോടതി ഇന്ന് ഏതെല്ലാം നിലപാടുകളായിരിക്കും സ്വീകരിക്കുക, എന്തായിരിക്കും കോടതിയിൽ ഈ വിഷയത്തിൽ വ്യക്തമാക്കുക തുടങ്ങിയവയാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യങ്ങൾ. വൃന്ദ, ഇത്തരത്തിൽ ഈ ഒരു കോടതി എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായും പൂരങ്ങളുടെ ഒരു മാറ്റു കുറയും എന്നുള്ളതിൽ സംശയമില്ല. ഈ പൂരപ്രേമികളുടെ അടക്കമുള്ള അഭിപ്രായം എങ്ങനെയാണ്? ഇവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? പൂരപ്രേമികൾ എന്നതിലുപരി ആനകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോടതിയുടെ കടമയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പലപ്പോഴും ആനകളെ ചങ്ങലക്കിട്ട് നിർത്തിയാണ് എഴുന്നള്ളത്തിനടക്കം പങ്കെടുക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അറുതി വേണം. ചങ്ങലക്കിട്ടാണോ ആനപ്രേമം കാണിക്കുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയുള്ള വിധിയാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളാണ് പൂരപ്രേമികൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ CPI നേതാവ് VS സുനിൽകുമാർ അടക്കമുള്ളവർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം കോടതി വിധി പാലിക്കുകയാണെങ്കിൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങൾക്കും അവരുടെ ഭാഗത്തുനിന്നും പ്രതികരണം വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാരിന് കഴിയുമെന്ന വിഷയം ആരായുന്നത്. കൂടാതെ കോടതിയിൽ നിന്ന് മേൽക്കോടതിയിൽ പോയി ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വിഷയത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണം അല്ലാതെ മറ്റൊരു പോംവഴിയും ഈ വിഷയത്തിൽ ഇല്ല. വൃന്ദ, ശരി, നിതിനാണ് വിവരങ്ങൾ നൽകിയത്.